നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവാത്മകമായ മാറ്റം കുറിച്ചുകൊണ്ട് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയ ഉജ്ജ്വല വിജയം ആഘോഷമാക്കി BJP. എന്നാൽ മാരാർജി ഭവനിൽ നടന്ന ഈ വിജയാഘോഷം കേവലം ഒരു രാഷ്ട്രീയ പ്രകടനം എന്നതിലുപരി കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തോടുള്ള BJPയുടെ ഉറച്ച പ്രതിബദ്ധത വിളിച്ചോതുന്ന വേദിയായി മാറി. വിജയാഘോഷവേളയിൽ ഉയർന്നുപാറിയ കാവ്യപതാകകളിൽ ഇത്തവണ ശ്രദ്ധേയമായ മാറ്റമുണ്ടായിരുന്നു. സാധാരണയായി കാണാറുള്ള ശിവജിയുടെയോ ഹനുമാന്റെയോ ചിത്രങ്ങൾക്കു പകരം കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയുമായ അയ്യങ്കാളിയുടെ ചിത്രമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരുന്നത്. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പോരാടിയ അയ്യങ്കാളിയെ BJP തങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായി ഏറ്റെടുത്തത് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെയും ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിഞ്ഞു. ചൊവ്വാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ യോഗം റദ്ദാക്കിയ ശേഷമാണ് അദ്ദേഹം രാജിവെച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറിനാണ് മുഖ്യമന്ത്രി തന്റെ രാജിക്കത്ത് കൈമാറിയത്. പ്രത്യേക ദൂതൻ വഴിയാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ രാജി സ്വീകരിച്ചതായി ഗവർണർ ഔദ്യോഗികമായി അറിയിച്ചു. കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വേഗത്തിലാക്കി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നേതാക്കൾ ഇന്ന് കൂടിയാലോചനകൾ നടത്തും. വിഷയത്തിൽ ഓരോ MLAയുടെയും MP-മാരുടെയും അടക്കം പ്രധാന ജനപ്രതിനിധികളുടെ നിലപാട് തേടുന്നതിനായി പ്രത്യേക നിരീക്ഷകരെ ഇന്ന് തന്നെ നിയോഗിച്ചേക്കുമെന്നാണ് വിവരം. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. നടൻ സന്തോഷ് K. നായർ വാഹനാപകടത്തിൽ മരിച്ചു. അടൂർ MC റോഡിൽ പുതുശ്ശേരി ഭാഗത്ത് ട്രക്കും ഇന്നോവയും കൂട്ടിയിടിച്ചാണ് അപകടം. ഭാര്യ രാജലക്ഷ്മിക്ക് ഗുരുതര പരിക്കുണ്ട്. 100-ലധികം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. CN കേശവൻ നായരുടെയും P. രാജലക്ഷ്മി അമ്മയുടെയും മകനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സന്തോഷ്. തിരുവനന്തപുരത്തെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കോളേജ് പഠനകാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട LDF-നൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം പാർട്ടി ചെയർമാനും മന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് നിലംപരിശായിട്ടുള്ളത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും സിറ്റിംഗ് സീറ്റുകളിലുമടക്കം മത്സരിച്ച 12ഇടത്തും പരാജയപ്പെട്ട് സംപൂജ്യരായി മാറിയിരിക്കുകയാണ് ഈ പാർട്ടി. അതേസമയം മധ്യ കേരളത്തിൽ PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ആധിപത്യം ഉറപ്പിച്ചു. മത്സരിച്ച കടത്തുരുത്തി, തൊടുപുഴ, ഇരിങ്ങാലക്കുട, കോതമംഗലം, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല എന്നീ 7 സീറ്റിലും UDF-നൊപ്പമുള്ള കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയക്കൊടി പാറിച്ചു. ഇക്കുറി കേരള കോൺഗ്രസ് M പ്രതിനിധികൾ ഇല്ലാത്ത നിയമസഭയായിരിക്കുമെന്നതും ശ്രദ്ധേയമാണ്. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അകലുന്നതോടെ ഈ പാർട്ടിയുടെ പ്രസക്തിയും നിലനിൽപ്പും ചോദ്യചിഹ്നമാവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാർ കൂട്ടത്തോടെ തോറ്റു തുന്നമ്പാടി. പിണറായി വിജയന് പോലും മുട്ടിടിച്ചതോടെ മന്ത്രിസഭയിലെ 14 മന്ത്രിമാർ ദയനീയമായി പരാജയപ്പെട്ടു. ധർമ്മടത്ത് 7ാം റൗണ്ട് വരെ പിന്നിലായിരുന്ന പിണറായി വിജയൻ മരണത്തോട് മല്ലടിച്ചാണ് അവസാന റൗണ്ടുകളിൽ ജീവൻ തിരിച്ചുപിടിച്ചത്. മുഖ്യമന്ത്രിയുടെ 2016-ലെ 50,123 എന്ന കൂറ്റൻ ഭൂരിപക്ഷം 19,247 ഒതുങ്ങി. 2016-ൽ അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരായി മാറി. 1977-ന് ശേഷം ആദ്യമായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിലവിൽ ഭരണത്തിലില്ല എന്നതാണ് ഇതിനർത്ഥം. 1977 മുതൽ 2011 വരെ 34 വർഷത്തെ റെക്കോർഡ് കാലയളവ് നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. ഇത് മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് അവസാനിപ്പിച്ചു. 1993 മുതൽ 2018 വരെ ത്രിപുരയും ഇടതുപക്ഷം ഭരിച്ചിരുന്നു. ഇത് 2018-ൽ BJP തകർത്തു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് സ്ഥിരമായി തകർച്ച നേരിടേണ്ടി വന്നിട്ടുണ്ട്. പോലീസിന്റെ അടിയന്തര സഹായ നമ്പറായ 112-ലേക്ക് വിളിച്ച് വ്യാജ സന്ദേശം നൽകിയ യുവാവിനെ വാടനാപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം പത്താങ്കല്ല് വയൽപ്പാലം സ്വദേശി പണിക്ക വീട്ടിൽ ഷാഹിദാണ് പിടിയിലായത്. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് തുണയാകേണ്ട പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. പാർട്ടിക്ക് പിണറായിയെ പോലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയേക്കാം, പക്ഷേ കോടിയേരിയെ പോലൊരു പാർട്ടി സെക്രട്ടറിയെ കിട്ടില്ല. ചില നഷ്ടങ്ങൾ നികത്താനാവില്ല എന്ന് സഖാക്കൾ പങ്കുവയ്ക്കുന്ന വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടിക്കെതിരെയുള്ള ജനവിധിയായി കാണരുതെന്നും വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ് ഈ വിധിയെന്നും വ്യക്തമാക്കി.
KPCC ഓഫീസിന്റെ മുറ്റത്ത് പന്തലിട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ ബിഗ് സ്ക്രീനിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിച്ചപ്പോൾ രാവിലെ മുതൽ മൂകമായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്റർ. ഓഫീസ് ജീവനക്കാരല്ലാതെ മറ്റാരും AKG സെന്ററിൽ ഉണ്ടായിരുന്നില്ല. ഇവരിൽ ചിലർ മാധ്യമപ്രവർത്തകർക്കൊപ്പം താഴത്തെ നിലയിൽ TV-ക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു. ഉച്ചത്തിലുള്ള സംസാരം പോലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. UDF ലീഡ് നില 90-ന് മുകളിലായതോടെ പ്രതീക്ഷ കൈവിട്ട് അവരിൽ പലരും സ്വന്തം തിരക്കുകളിലേക്കും നീങ്ങിയിരുന്നു. നെയ്യാറ്റിൻകര വെള്ളറട ആര്യങ്കോട് പഞ്ചായത്തിൽ വേനൽ ചൂടിനിടെ കിണറുകളിൽ ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയരുന്നത് നാട്ടുകാരെയും അധികൃതരെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. ആര്യങ്കോട് പഞ്ചായത്തിലെ ഇടവാൾ വാർഡിലെ കിണറുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിചിത്ര പ്രതിഭാസം കണ്ടുവരുന്നത്. കടുത്ത ജലക്ഷാമം നേരിടുന്ന സമയത്ത് ആഴമുള്ള കിണറുകളിൽ പോലും 6 അടിയോളം വെള്ളം ഉയർന്നതായി പ്രദേശവാസികൾ പറയുന്നു. ആര്യങ്കോട് വലിയ കുളത്തറയിലെ 500 മീറ്റർ ചുറ്റളവിലുള്ള കിണറുകളിലാണ് ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്നത്. പല കിണറുകളിലും ജലനിരപ്പ് ഒരുപോലെയാണ് കാണപ്പെടുന്നത്. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇത്രയധികം വെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന കൗതുകത്തിലാണ് പ്രദേശവാസികൾ. സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഭൂഗർഭ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഈ അസാധാരണ മാറ്റത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ 8-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. CPM-ന്റെ കോട്ടയായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയ 6 റൗണ്ടിൽ പിന്നിലാക്കിയ UDF-ന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെതിരെ ഭീഷണി. ഇതോടെ പിണറായി വിജയിച്ച വിധി വന്നതിന് പിന്നാലെ അബ്ദുൾ റഷീദിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവച്ചേരിയിലെ വീടിനും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇന്ന് വീണ്ടും വാദം കേൾക്കും. യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. യുവതി പ്രവേശന വിധിക്ക് പിന്നാലെ ശബരിമലയിൽ കയറിയ സ്ത്രീകൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നോ എന്ന ചോദ്യം സുപ്രീം കോടതി കഴിഞ്ഞ വാദത്തിനിടെ ചോദിച്ചിരുന്നു. യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് വാദമുന്നയിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് നാഗരത്ന ചോദ്യമുന്നയിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളിൽ വീണ്ടും പരിശോധനയുടെ ആവശ്യമില്ലെന്ന് വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചു. BJP-യുടെ സുവേന്ദു അധികാരിയും തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം തൃണമൂൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ BJP വിജയം നേടുന്നതിൽ അവസാനിച്ചു. 2021-ലെ നന്ദിഗ്രാം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവർത്തനമെന്നോണം മമതയുടെ കോട്ടയായ ഭവാനിപൂരിൽ കടന്നിയെന്ന് മമതയെ 15,000 വോട്ടുകൾക്ക് തോൽപ്പിച്ച് സുവേന്ദു അധികാരി. തന്റെ കോട്ടയായ നന്ദിഗ്രാമിൽ 9,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനും കൂടി ജയിച്ചതോടെ ഇക്കുറി സുവേന്ദു അധികാരി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വിജയിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഭവാനിപൂരിൽ വന്ന് മത്സരിച്ചെന്നെ തോൽപ്പിക്ക് എന്ന് വെല്ലുവിളിച്ചത് മമതയാണ്. പക്ഷെ ആ വെല്ലുവിളി സ്വീകരിച്ച് സുവേന്ദു അധികാരി ഭവാനിപൂരിൽ മത്സരിക്കാൻ എത്തുമെന്ന് മമത കരുതിയില്ല. ഇത് പിണറായി വിജയനോട് ധൈര്യമുണ്ടെങ്കിൽ മലപ്പുറത്ത് വന്ന് മത്സരിക്കൂ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഭവാനിപൂരിൽ വിജയം കൊയ്യുകയും ചെയ്തു സുവേന്ദു അധികാരി. പശ്ചിമ ബംഗാളിൽ ദൈവികവും ജനപ്രീതിയുള്ളതുമായ പിന്തുണ അഭ്യർത്ഥിക്കുന്ന ഒരു സന്ദേശം സഹിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാളി ദേവിക്ക് പ്രാർത്ഥന നടത്തുന്ന വീഡിയോ തിങ്കളാഴ്ച ഭാരതീയ ജനതാ പാർട്ടി BJP പങ്കിട്ടു. BJP-യുടെ ഔദ്യോഗിക അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. കാളി മാതാവിന്റെയും ബംഗാൾ ജനതയുടെ അനുഗ്രഹം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ. വീഡിയോയ്ക്കുള്ളിൽ ബംഗാൾ മാറ്റത്തിന് തയ്യാറാണ് എന്നും എഴുതിയിരിക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിൽ വൻ മയക്കുമരുന്ന് വിരുദ്ധ പദയാത്ര നയിച്ചതിന് തൊട്ടു പിന്നാലെ നാഷ മുക്ത് ജമ്മു ആൻഡ് കാശ്മീർ അഭിയാൻ പദ്ധതി പ്രകാരം നടപടികൾ ശക്തമാക്കി. മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ ഒരു പതിവ് വ്യക്തിയുടെ അനധികൃത വീട് പോലീസ് തിങ്കളാഴ്ച പൊളിച്ചുമാറ്റി. പാൽപോറ നൂർബാഗിലെ പാംപോഷ് കോളനിയിൽ താമസിക്കുന്ന മുഹമ്മദ് അഷ്റഫ് ഷെയ്ഖിന്റെ മകൻ മുഹമ്മദ് ഇർഫാൻ ഷെയ്ഖ് എന്ന ആണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ BJP-ക്ക് ചരിത്ര വിജയവും അസാമിൽ BJP നയിക്കുന്ന NDA-ക്ക് തുടർച്ചയായ 3ാം വിജയവും നൽകിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്ലാദഭരിതരായ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു.
പരമ്പരാഗത ബംഗാളി വസ്ത്രം ധരിച്ചെത്തിയ പ്രധാനമന്ത്രി ഫലത്തെ ഒരു ചരിത്രപരമായ ദിവസമെന്നും അഭൂതപൂർവമായ നിമിഷമെന്നും വിശേഷിപ്പിച്ചു. പശ്ചിമ ബംഗാളിലെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകി. യുഎഇയിലെ ഒരു പ്രധാന എണ്ണ വ്യവസായ മേഖലയിൽ തിങ്കളാഴ്ച ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഏപ്രിൽ 8-ന് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം യുഎഇയിലെ ശാന്തത തകരുന്നത് ഇത് ആദ്യമായാണ്. ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സിവിൽ ഡിഫൻസ് ടീമുകൾ കുതിച്ചെത്തിയതായും പരിക്കേറ്റവരെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ഫുജൈറ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തുറക്കാനുള്ള പുതിയ US നാവിക ശ്രമം തടയാൻ ടെഹ്റാൻ ശ്രമിക്കുന്നതിനിടെ 6 ഇറാനിയൻ ചെറുബോട്ടുകൾ നശിപ്പിച്ചതായും ഇറാനിയൻ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായും തിങ്കളാഴ്ച US സൈന്യം അറിയിച്ചു. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച വൈറ്റ് ഹൗസിന് സമീപം ആയുധധാരിയും സംശയാസ്പദവുമായ ഒരു വ്യക്തിയെ തങ്ങളുടെ ഉദ്യോഗസ്ഥർ നേരിട്ടതായി US സീക്രട്ട് സർവീസ് റിപ്പോർട്ട് ചെയ്തു. സീക്രട്ട് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാത്യു ക്വിൻ പറയുന്നതനുസരിച്ച് സമുച്ചയത്തിന്റെ പുറം ചുറ്റളവിൽ പെട്രോളിംഗ് നടത്തിയ ഏജന്റുമാർ ഒരു തോക്ക് കൈവശം വെച്ചിരുന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞു. ഉദ്യോഗസ്ഥർ അടുത്തെത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. ശേഷം അവരുടെ നേരെ വെടിയുതിർത്തു. നിയമപാലകർ തിരിച്ച് വെടിയുതിർത്ത് ആ വ്യക്തിയെ വെടിവെച്ചു കൊന്നു. സംഭവത്തെ തുടർന്ന് വൈറ്റ് ഹൗസ് മുൻകരുതൽ നടപടിയായി അടച്ചുപൂട്ടി. സംഭവസ്ഥലം സുരക്ഷിതമാക്കി. ഏപ്രിൽ 25-നും മെയ് 3-നും ഇടയിൽ ബലൂചിസ്ഥാനിലുടനീളം പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരെ 11 ഓപ്പറേഷനുകൾ നടത്തിയതായി ബലൂച്ച് ലിബറേഷൻ ആർമി BLA അറിയിച്ചു. അധിനിവേശ സേനയിലെ 11 പേർ കൊല്ലപ്പെട്ടതായും 3 മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതായും അവർ അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.